നമ്മുടെ സംഭാഷണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ MT വാസുദേവൻ നായരും M മുകുന്ദനും ഒക്കെ നടത്തിയ വിമർശനങ്ങളുടെ പരിസരത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ MT വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് ഈ അധികാരം എങ്ങനെയാണ് പ്രശ്നമായി മാറുന്നത്. അധികാരമുണ്ടാകുന്നു, അത് അധികാരികളെ സൃഷ്ടിക്കുന്നു, അധികാരികൾ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നു, ആൾക്കൂട്ടുകൾ വ്യക്തിപൂജകളിലേക്ക് മാറുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പോലും ഈ വ്യക്തിപൂജയിൽ ആകൃഷ്ടനായിരിക്കുന്നു, അദ്ദേഹം അതിനകത്ത് വീണുപോയിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. M മുകുന്ദൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു, സിംഹാസനങ്ങൾ ഒഴിയേണ്ട സമയമായിരിക്കുന്നു, ജനങ്ങളെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അപ്പൊ ഈ വിമർശനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനും എതിരായിട്ടുള്ള വിമർശനങ്ങൾ. അതെ, എന്ന് ഈ MT വാസുദേവൻ നായരും M മുകുന്ദനും ഒക്കെ നടത്തിയിട്ടുള്ള എങ്ങും തൊടാത്ത വിശദീകരണങ്ങൾ അബ്സ്ട്രാക്റ്റാണ്. ഏതെങ്കിലും വ്യക്തിയെയോ ഒരു രാഷ്ട്രീയ പേരോ അവർ പറഞ്ഞിട്ടില്ല, അവരാരും അത് ഉന്നം വെച്ച് പറഞ്ഞിട്ടില്ല. അവർ അബ്സ്ട്രാക്റ്റായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. ആ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, കാരണം അബ്സ്ട്രാക്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. മുകുന്ദന്റെ അബ്സ്ട്രാക്ട് അല്ല, ക്ലിയർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ സർക്കാരിനെ കുറിച്ച്, ഈ സർക്കാരിനെ പറ്റികളൊന്നും പറഞ്ഞില്ല. ഈ സർക്കാരിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തിന്റെ സംസാരത്തിൽ അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് M മുകുന്ദൻ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോണ്ട് അല്ല, ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞുകൂടെ? പറയാം. ഞാൻ പറഞ്ഞത് സഖാവ്, ഈ വിമർശനങ്ങൾ ഗൗരവമുള്ളതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അതല്ലാതെ ഈ മുകുന്ദനും അതുപോലെ തന്നെ മുകുന്ദൻ്റെ കാരണഭൂതനായിട്ടുള്ള MD വാസുദേവൻ നായർ പറയുന്നത് കാരണഭൂതൻ MD വാസുദേവൻ നായരും അബ്സ്ട്രാക്റ്റായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ, കോൺക്രീറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആരാണ് അധികാരം ഒഴിയേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ മോഡിയാണോ പിണറായി ആണോ എന്ന് ആശയക്കുഴപ്പമല്ലേ ഉണ്ടാക്കിയത്. ചിലപ്പോൾ അത് രണ്ടുപേരെ പറ്റി ഉദ്ദേശിച്ച് ഞാൻ പറയുന്ന പ്രശ്നം അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. MD വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട G സുധാകരൻ. എന്നാലും ഞാൻ ടെലിവിഷൻ കണ്ട ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. സമരവും ഭരണവും ഞാൻ പറയട്ടെ MD വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരണ്ട G സുധാകരൻ. ഞാൻ അങ്ങനെ ഒരു വാചകം എൻ്റെ ഡിസ്കഷന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ടെലിവിഷൻ അത് കൊടുത്തത്? ഒരു ടെലിവിഷൻ പ്രതിനിധി, ഒരു ടെലിവിഷൻ കറസ്പോണ്ടൻ്റ്, അയാൾ തയ്യാറാക്കി എഡിറ്റ് ചെയ്ത ഒരു വാർത്ത എല്ലാവർക്കും കൊടുത്തതാണത്. രാത്രിയിൽ അയാളുടെ ഓൺലൈനിൽ ഇത് പിൻവലിച്ചു അത്. കാരണം യഥാർത്ഥത്തിൽ സംസാരിച്ച് എല്ലാവർക്കും കിട്ടി, ആളുകൾ അയച്ചു കൊടുത്തു CD. അപ്പോൾ ഇതില്ല, പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. പത്രത്തിൽ വന്നിട്ടില്ല. സമരവും ഭരണവും അത് രണ്ടാമത്തെ കാര്യം. അതാണ് പറഞ്ഞത്, ഇതല്ല പറഞ്ഞത്. MD വാസുദേവൻ നായരെന്നല്ല, ഒരു കുഞ്ഞൊരു കാര്യം പറഞ്ഞാലും നമ്മൾ പഠിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, മാത്രമല്ല മറ്റേ സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്ത് തന്നെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞു. ആരോ ഒരു സംശയം ചോദിച്ചപ്പോൾ സുധാകരൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ആഷ്മിയോ, പറഞ്ഞിട്ടുണ്ട്. ഈ സുധാകരൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല എന്ന് പറയും. എൻ്റെ സ്ഥാനത്ത് തന്നെ പുള്ളി അത് പറഞ്ഞു, അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ MD വാസുദേവൻ നായർ ഇങ്ങനെ പറഞ്ഞു. MD വാസുദേവൻ നായർ ആബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞു. ഓരോ പ്രശ്നം വരുമ്പോഴും MD വാസുദേവൻ നായർ പറഞ്ഞില്ലല്ലോ, അതാത് അവസരത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ കറക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ മുമ്പ് പലതും പറയാമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന്. അപ്പോൾ MD വാസുദേവൻ നായർ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ആറ്റം ബോംബൊന്നും വീണിട്ടില്ല. അദ്ദേഹം പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താ, അദ്ദേഹത്തെ പഠിപ്പിച്ചാൽ ആർക്കും പഠിപ്പിക്കാം. അതാണ്, അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ പറയത്തുമില്ല. കാരണം അയാൾ സാധാരണ വ്യക്തിയല്ലല്ലോ, അസാമാന്യമായ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളല്ലേ. ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. അവരെ പഠിപ്പിക്കും, നമ്മൾ മുതലാളിത്തത്തിൽ നിന്ന് കരകയറ്റാൻ അവരെ പഠിപ്പിക്കും, ജനങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ പൂർണ്ണമായ ഐഡിയോളജിക്കലായ പൊസിഷൻസ് ഒരു വിട്ടുവീഴ്ച എല്ലാം അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. ഇത്രയും 58 വർഷമായി ഞാൻ പാർട്ടി മെമ്പറായിട്ട്. ഞാൻ എപ്പോഴും ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അതിലൊരു തർക്കവുമില്ല. അല്ല, പലർക്കും തർക്കമുണ്ട്, പലരും അത് പ്രചരിപ്പിക്കുന്നില്ലെന്ന് പ്രചരിപ്പിക്കുന്ന ആളിന്റെ തലേ കയറാണ് വരുന്നത്. അല്ല സഖാവ്, പ്രശ്നം അതല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു MT വാസുദേവൻ നായർ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നില്ലല്ലോ. അങ്ങനെ പ്രതികരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അദ്ദേഹം നോട്ട് നിരോധനത്തിന്റെ ഇപ്പോൾ ഒരു സന്ദിഗ്ധ ഘട്ടം എത്തിയിരിക്കുന്നു. പ്രതികരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രതികരിക്കുന്ന ആളല്ലെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ പ്രതികരണത്തിന്റെയും വിമർശനത്തിന്റെയും പ്രതികരിക്കാൻ അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? ഏതോ ഒരു മന്ത്രി പറയുന്നു പ്രതികരിക്കാൻ അവകാശമുണ്ട്. പ്രതികരിക്കാൻ അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? പറയാത്ത കാര്യത്തെ മറുപടി പറയുന്നത് ബുദ്ധിപരമായ കഴിവല്ല. ഏതോ ഒരു മന്ത്രി പറഞ്ഞു പ്രതികരിക്കാൻ. എനിക്കറിയില്ല ഏത് ചെറിയാനായാലെന്താ. ചെറിയാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അയാളോട് എൻ്റെ കൂടെ താഴെ ജൂനിയറായി മന്ത്രിയായി പോയെന്ന് വിചാരിച്ചു എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ ദോഷമുള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. MD വാസുദേവൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ
അതിനെതിരായിട്ട് ആദ്യം പറഞ്ഞ സജി ചെറിയാണ്, എടുത്ത് നോക്കങ്ങൾ. ആദ്യം പറഞ്ഞ അദ്ദേഹം, ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എം ഡി വാസുദേവൻ നായരെ ഈ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാനോ എതിർക്കാനോ പോകുന്ന കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഞാൻ പൊതുവായിട്ട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. പിന്നെ സമരവും ഭരണവും, ഞാനൊരു സമരം ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുകയല്ലേ, വിദ്യാഭ്യാസ വകുപ്പിലെ മാനേജർമാരുടെ മാനേജർ കുറേ ന്യായമായ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സമരം ചെയ്യാൻ അവകാശമുണ്ട്. അത് ഞാൻ തിയററ്റിക്കലായിട്ട് പറഞ്ഞ് സമരവും ഭരണവും നടത്താം. കാരണം ഭരണമെന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി ഡെമോക്രസി ഇല്ല. അത് അബ്സല്യൂട്ടായിട്ട് 100% പെർഫെക്റ്റായ സിസ്റ്റമല്ല. അതിനകത്ത് ഒരുപാട് ഉള്ളതിൽ ഏറ്റവും ഭേദമാണ്. ആബ്സല്യൂട്ടായിട്ട് ഏറ്റവും മികച്ചത് സോഷ്യലിസമാണ്. സോഷ്യലിസം ഉടനെ ഒന്നും വരാൻ സാധ്യതയില്ല. സോഷ്യലിസത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഭരണരീതിയാണ് പാർലമെൻ്ററി ഡെമോക്രസി. അത് ഏകാധിപത്യത്തെക്കാളും സ്വച്ഛതത്തെക്കാളും മികച്ചതാണ് ഇത് പാർലമെന്ററി ജനാധിപത്യത്തിലൂടെയാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സഞ്ചരിക്കേണ്ടത്. കാരണം എന്താ? ആബ്സല്യൂട്ട് സോഷ്യലിസം പാർലമെന്ററി ഡെമോക്രസിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് നിയമസഭ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ. അദ്ദേഹം അങ്ങനെയല്ലോ പറയുന്നത്. പാർലമെന്ററി ഡെമോക്രസിയുടെ ഇംപെർഫെക്ഷൻസാണ് പറഞ്ഞത്, ഇന്നത്തെ സ്ഥിതിയാണ് പറഞ്ഞത്. ഇന്ത്യയിൽ പാർലമെന്ററി ഡെമോക്രസി നിലനിൽക്കുകയും മുതലാളിത്ത ഭരണകൂടം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ കിട്ടിയതിൽ ഏറ്റവും നല്ല ഭരണരീതിയാണ് പാർലമെൻറ്റ്. ഞങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തിയത്. അത് EMS പഠിപ്പിച്ചത്. പാർലമെന്ററി ഡെമോക്രസിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സായുധ വിപ്ലവം അസാധ്യമാണെന്ന് പറയുമ്പോഴാണ് പറയുന്നത്. അത് തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴാണ് അബ്സല്യൂട്ടായിട്ട് എന്നും പാർലമെന്റ് ഡെമോക്രസി സോഷ്യലിസമാണ്, റവല്യൂഷനാണ്. അത് സമയമായിട്ടില്ല, അതിന് ജനങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. ഇന്ത്യയിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന തരത്തിലാണോ പാർട്ടിയുടെ ഇന്നത്തെ പ്രവർത്തനവും രീതികളും ഒക്കെ? ആണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആ പാർട്ടി പ്രവർത്തിക്കുന്നത്. സംശയം എന്താ? പാർട്ടി പരിപാടി അതല്ലേ? പരിപാടിയിൽ മാറ്റം വന്നില്ലല്ലോ, ഭരണഘടനയിൽ മാറ്റമില്ലല്ലോ. പാർട്ടി പരിപാടിയാണ് വിപ്ലവ തന്ത്രം, അതായത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ. അതിൻ്റെ അച്ചുതണ്ടെന്ന് പറയുന്നത് തൊഴിലാളി കർഷക സഖ്യം. അതിന് നേതൃത്വം തൊഴിലാളി വർഗത്തിന്.